ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ അതേപോലെ ടേസ്റ്റ് തന്നെയാണ് ഇതും വരുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്റ്റൗവിന് മുകളിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലില്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചാലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പാൽപ്പൊടിയാണ്. അതുകൂടി ഇട്ട് കൊടുക്കുക. പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടൊന്നും കെട്ടാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്താലും മതി. നെയ്യ് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ആക്കുക. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഒന്ന് ചൂടായി വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിലിടാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പാൻ തന്നെ എടുക്കണം. പിന്നെ ഉണ്ടാക്കി തീരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കുക. ഇതൊന്നുകൂടി കട്ടിയായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പാകത്തിനുള്ള കട്ടിയിലായിട്ടുണ്ട്. ഇതുപോലെ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ടിയായി പോവും. ഇപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അതേ കട്ടിയും ടേസ്റ്റും ഒക്കെ ആയിട്ടുണ്ട്. ഇതേ അളവിൽ ഉണ്ടാക്കിയപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നല്ലതാണെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.